പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവസ്നേഹത്താലും ക്രിസ്തയേശുവിലുള്ള കൂട്ടായ്മയിലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ രാത്രിയിൽ നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല ഭാഗ്യ പദവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ആദരണീയരായ അഭിഷിക്തദാസന്മാർക്കും ശേഷം ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. തുടർമാനമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ദൈവം അവസരങ്ങൾ നൽകുന്നല്ലോ. വാസ്തവത്തിൽ പെട്ടെന്ന് ഈ സൂമിലേക്കുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയുടെ മാറ്റം കോവിഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു വിധത്തിൽ ആ കോവിഡ് കാലം വന്നപ്പോൾ ആരാധനയില്ല, പ്രാർത്ഥനകളില്ല, കൂടിവരവുകളില്ല എന്നൊക്കെ കരുതിയ ഇടങ്ങളിൽ നിന്ന് ഒരു ശക്തമായ ഒരു എഴുന്നേൽപ്പായിരുന്നു ദൈവസഭയ്ക്ക് ഉണ്ടായിരുന്നത്. വീടുകൾ ആലയങ്ങളായി മാറി. ആമേൻ. വലിയ ആത്മീയ കൂട്ടായ്മകൾ നടക്കാൻ തുടങ്ങി. ഫോണുകൾ, നമ്മുടെ ഡിവൈസുകളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളും കൺവെൻഷനുകളും ഓൺലൈൻ പ്രയറുകളും ആമേൻ. ഒരിടത്ത് കൂടി വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരിക്കുന്ന ഇടങ്ങളെ ആലയങ്ങളാക്കി മാറ്റി വലിയ ദൈവിക പ്രവർത്തികൾ കാണാൻ ദൈവം നമ്മെ സഹായിച്ചു. വീണ്ടും അത്തരത്തിൽ പെട്ടെന്നൊരു സാഹചര്യവശാൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ എത്തപ്പെട്ടു എങ്കിലും ദൈവം ഇതിനൊരു മാറ്റം നൽകും. നിശ്ചയമായും നമുക്കതിൽ ഉറയ്ക്കാം. കഴിഞ്ഞ ദിവസം പ്രിയ ജോയിച്ചാന്റെ വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ ദൈവദാസൻ ഓർമ്മിപ്പിച്ച വചനം പോലെ ദൈവവചനത്തെ കാക്കുന്നവനെ വരാനുള്ള പരീക്ഷാകാലത്ത് കാക്കുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വലിയ വാഗ്ദത്തം. സ്തോത്രം. ആമേൻ. നമ്മൾ വചനം കേട്ട് നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോവുകയല്ലായിരുന്നു. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ അത് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനും കൂടെ ഒരു പരിശോധനാ ഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ഇവിടെ ആത്മബലം ഏറ്റെടുക്കാം, ധൈര്യം പ്രാപിക്കാം, കരുത്തുള്ളവരായി മാറാം. ഈ വാഗ്ദത്തങ്ങളെ നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം. തിരിഹിതമല്ലാത്തതൊന്നും നമ്മെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. തിരിഹിതമായതിനെ വരവേൽക്കാനും അതിൽ ദൈവം എന്താഗ്രഹിക്കുന്നു അതായി തീരാനും സമർപ്പിക്കുന്നു. ഇനി തിരിഹിതമല്ലാത്തതൊന്നും മുൻപിൽ വരാതെ വണ്ണം അതിനെ ജയിച്ചു മുന്നേറാൻ വന്നാൽ അതിനെ ജയിച്ചു മുന്നേറാനുള്ള ഒരാത്മകൃപയും ദൈവം നമുക്ക് നൽകണം. അങ്ങനെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ കഷ്ടതയുടെ നാളുകളെ ബലപ്പെടുത്തട്ടെ. നമുക്കറിയാം, എല്ലാവരും ചെറിയ ആശങ്കയെങ്കിലും മനുഷ്യഹൃദയത്തിൽ ഭരിക്കുന്നു എങ്കിലും അതിന്റെ നടുവിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ ധൈര്യം പ്രാപിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വചനം പോലെ തന്നെ നമ്മെ സംബന്ധിക്കുന്ന സകല കാര്യത്തിലും മുഴു ഉത്തരവാദിത്തമുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. ഒന്നിലും ദൈവത്തിന്റെ അറിവില്ലാതെ, ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ നമ്മിലൊന്നും സംഭവിക്കയില്ല. ഉറപ്പോടെ നമുക്ക് നിൽക്കാം. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു വന്ന വചനത്തിന്റെ ഒരു അവസാന ഘട്ടം എന്ന നിലയിൽ, അവസാന നില എന്ന നിലയിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തെ പറഞ്ഞ് ആത്മമനുഷ്യൻ എന്ന, അകത്തെ മനുഷ്യൻ എന്ന വിഷയത്തിന് ഇന്ന് രാത്രിയിൽ ഒരു താൽക്കാലികമായ വിരാമം ഇടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു വിഷയത്തെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നു എന്ന് കരുതരുത്. സ്വയമായി അതിന്റെ എല്ലാ ഭാഗങ്ങളും ദൈവമക്കളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് ആവേശത്തിരയിളക്കങ്ങളില്ലാതെ വളരെ കൃത്യതയോടെ ദൈവം ഏൽപ്പിച്ച ശബ്ദങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചവസാനിപ്പിച്ചത് ആത്മമനുഷ്യന്റെ അല്ലെങ്കിൽ അകത്തെ മനുഷ്യന്റെ അവസ്ഥയാണ്. അകത്തെ മനുഷ്യന്റെ അവസ്ഥ ഒരു അപകടാവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ വളരെ ഗൗരവമേറിയ ചില എബ്രായ ലേഖനത്തിലെ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചത്. അതിനെ തുടർന്നുള്ള ധ്യാനത്തിലേക്ക് വരാം, വചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. അപ്പോൾ അതിപ്രധാനമായ ആരോപണം, തിരുവെഴുത്തുകളെ ആധാരമാക്കിയുള്ള ശേഷാൽ എബ്രായ ലേഖനവും തെസ്സലോനിക്ക ലേഖനമൊക്കെ പഠിച്ചു വരുമ്പോൾ അകത്തെ മനുഷ്യനോടുള്ള കർശനമായ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കണ്ട
ശൈശവത്വം. എബ്രായ ലേഖനത്തിന്റെ ആദ്യ 5-ാം അധ്യായത്തിൽ ആദ്യ 11, 12, 13 വാക്യങ്ങളിൽ നാം കണ്ട ശൈശവത്വം എന്ന പ്രയോഗം. ശൈശവത്വം, അതുപോലെ വൈകല്യം ബാധിച്ച ശരീരം, അമേൻ, മന്ദത ബാധിച്ച കാതുകൾ. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, അമേൻ, ബലഹീന ഹൃദയം, ഉൾക്കരുത്തില്ലാത്തവരെ കുറിച്ച് അമേൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭകളെ നോക്കി, ജനങ്ങളെ നോക്കി, തിരുവഴുത്തിന്റെ ശബ്ദങ്ങൾ, വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ നടത്തുകയാണ്. ശൈശവത്വം വെടിയണം, അമേൻ, വൈകല്യം ബാധിച്ച ശരീരത്തെ കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 12-13 നമ്മൾ കണ്ടു. അമേൻ. അവിടെ ശൈശവത്വത്തെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ബാലപാഠങ്ങളിൽ നിന്ന് മാറണം, കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ പാകത്തിനുള്ള ആത്മ വളർച്ചയിലേക്ക് നമ്മൾ എത്തണം. കാലത്തിനനുസരിച്ച ഒരു വളർച്ച നമ്മളിൽ കൃത്യമായി ഉണ്ടാകണം. അതല്ല എങ്കിൽ അമേൻ, ഈ ശീലം, ശൈശവ ശീലം നമ്മെ എത്തിക്കുന്നത് അമേൻ ഒരു വലിയ വൈകല്യത്തിലേക്കായിരിക്കും. മുടന്തുള്ള, ഉളുക്കുള്ള, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ എത്തപ്പെടുന്നത്. ഒരു കാര്യം ദൈവമക്കൾ തിരിച്ചറിയണം, സഭ കളിക്കളത്തിലല്ല, സഭ പോർക്കളത്തിലാണ്. നമ്മൾ പോർക്കളത്തിലാണ്. കളിക്കളത്തിൽ എൻജോയ് ചെയ്യുന്ന മനോഭാവത്തോടുകൂടെ അമ്മേ ഒരു ടൈം പാസ്സായി ആത്മീയതയെ കാണരുത്. ആത്മീയത ഒരിക്കലും സൈഡല്ല, അത് മെയിൻ ആണ്. ആമേൻ. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക്, നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യാദികൾക്കൊക്കെ എത്രത്തോളം വില കൊടുക്കുന്നോ അതിന്റെ ഒരു പടി മീതെ നമ്മുടെ ആത്മമണ്ഡലങ്ങൾക്ക്, ആത്മീയ മനുഷ്യന് നാം സ്ഥാനം കൊടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ദാവീദ് പറഞ്ഞ അതിപ്രധാനമായ ഒരു പരാമർശമുണ്ട്. 131-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം. ആമേൻ. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകുന്നു. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? പഴയ നിയമഭക്തനായ അമ്മേൻ ദാവീദ് എന്ന ഭക്തൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, എന്റെ വളർച്ച കൃത്യമായിരുന്നു എന്ന്. പാലുകുടി മാറി ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ നിൽക്കുന്ന അമ്മേൻ ആ വളർച്ചയെ കുറിച്ച് താൻ പറയുകയാണ്. നമുക്കിന്നും പറ്റാത്തത് നമ്മുടെ വളർച്ചയെ സമ്മതിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ആത്മീയത വിലയിരുത്തുന്നത് നേട്ടങ്ങളിൽ നിന്നാണ്. സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആവർത്തന വിരസത ഉണ്ടാകരുതെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദൈവം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയണം. ആമേൻ. നമ്മളെ എത്തിച്ച രാജ്യങ്ങൾക്ക് നന്ദി പറയണം. നമ്മളെ എത്തിച്ച ആ നന്മകൾക്ക് അനുഗ്രഹത്തിന് നന്ദി പറയണം. പക്ഷെ അതിനപ്പുറം നാം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവസന്നിധിയിൽ നാം എത്രത്തോളം ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നന്ദിയുള്ളവരായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം, വില കൊടുക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം, ആത്മീയ ജീവിതം കളിക്കളത്തിലല്ല, ഇത് പോർക്കളമാണ്. സഭ പോർക്കളത്തിലാണ്. ചാരുകസേരയിലല്ല നമ്മൾ അമ്മേൻ പടക്കളത്തിലാണ്. ആയുധങ്ങൾ ഏന്തേണ്ടവരാണ്. ഇവിടെ ആവശ്യം കുഞ്ഞുകളിയല്ല. അമ്മേൻ ശൈശവശീലങ്ങൾ വെടിഞ്ഞു പാലുകുടി മാറിയ വൈതലിനെ പോലെ വളർച്ച കൃത്യമാണ് എന്ന ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം. എന്തിനും ഏതിനും പരസഹായം തേടുന്ന, എന്തിനും ഏതിനും മറ്റൊരാളും കൂടെ വരുന്ന, അമ്മേൻ മറ്റൊരാളും കൂടെ ബലമേകുന്ന ബാല്യ ശൈലികൾക്കൊക്കെ മാറ്റം വന്നിട്ട് ആത്മീയ ജീവിതത്തിന്റെ കരുത്തുള്ളൊരു വഴിയിൽ നമ്മൾ ബലത്തോടെ നിൽക്കണം. അമ്മേൻ. ഞാൻ ഇന്ന് രാത്രി വളരെ ഗൗരവമായി സഭയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മേൻ, നമ്മൾ ഇന്നലെ പരാമർശിച്ചൊരു ഭാഗമുണ്ട്. ആത്മീയ മനുഷ്യന്റെ
രൂപത്തെ കുറിച്ച് പറഞ്ഞു. സൃഷ്ടിച്ചവന്റെ പ്രതിമയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ധ്യാനിച്ചു. ആത്മമനുഷ്യൻ നമ്മൾ എന്താണ്? നമ്മുടെ അകത്തെ മനുഷ്യന്റെ രൂപം സൃഷ്ടിച്ചവന്റെ പ്രതിമയാണ്. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് നമ്മൾ അതിന് ആധാരമായി വായിച്ചത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിച്ചവന്റെ പ്രതിമ, ആമേൻ, ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ ലളിതമായി ദീർഘവിശദീകരണങ്ങളൊന്നുമില്ലാതെ, ആമേൻ, വളരെ ഗൗരവമായ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറയാം. നമ്മള് വാശോതിരിയിൽ നമ്മൾ ഇരിക്കുന്ന ദൈവസന്നിധിയാണ് എങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള നവമാധ്യമങ്ങളിലൂടെ കൂട്ടായ്മകൾക്ക് ഒരു പരിമിതിയുണ്ട്. ഇത് നമ്മൾ ദൈവസഭയിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങളും മനസ്സിലാകുന്ന വിധത്തിൽ പറയുകയും, ഞങ്ങൾ ഇന്ന് പകരക്കാരിലൂടെ സംസാരിക്കുകയായിരുന്നു, പുതിയ ദൈവശബ്ദങ്ങൾ ഏറ്റെടുത്ത് ആമേൻ ആ കൃത്യമായ അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന ആലോചനകളിലും ബലത്തിലും ആമേൻ ആ വിധത്തിൽ ശുശ്രൂഷിച്ചു പോകാൻ കഴിയും. ഇത് നമ്മൾ ഈ ഒരാൾ മാത്രം ഇങ്ങനെ വാർത്ത വായിക്കുന്ന പോലെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം, ഒരാൾ പ്രസംഗിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കേട്ടിരിക്കുന്നു. ആമേൻ ഈ പവർ വിഷനിൽ ഈ പ്രസംഗം കാണുന്ന ആ മൂടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ആമേൻ, അതിന് ആ ഒരു സാഹചര്യമാണ് ഇതിനകത്തുള്ളത്. ആമേൻ, നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. എങ്കിലും ആമേൻ, ഞാനതുകൊണ്ട് ദീർഘമായ വിശദീകരണങ്ങളൊന്നുമില്ലാതെ പ്രധാനപ്പെട്ടതിലേക്ക് മാത്രം വന്ന് ഈ രാത്രിയിലെ സന്ദേശവും വിരാമമിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൃഷ്ടിച്ചവന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ ഏദനിലെ മനുഷ്യനിലെ ദൈവാനുരൂപം എന്താണ്? ഏദനിലെ മനുഷ്യനിലെ ദൈവാനുരൂപം പാപമില്ലാത്ത അവസ്ഥയാണ്, തേജസ് ധരിച്ചിരുന്ന അവസ്ഥയാണ്. ഏദനിൽ മനുഷ്യന് ലഭ്യമായ ദൈവാനുരൂപം, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ലഭ്യമായ ദൈവാനുരൂപം മറ്റൊരു ദൈവമായി വാർത്തെടുക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യനിൽ അത് പങ്കുവയ്ക്കുകയാണ്. അതിനാണ് ഒറ്റവാചക മറുപടി. ആമേൻ. ഒറ്റവാചകത്തിൽ അതിനെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഏദനിൽ മനുഷ്യരുടെ ദൈവാനുരൂപം പാപമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അത് പാപം ചെയ്ത് അന്യപ്പെട്ടു പോയപ്പോൾ വീണ്ടും ജനനത്തിലൂടെ ഉടലെടുക്കുന്ന ആത്മമനുഷ്യനെ തിരികെ ആ ദൈവാനുരൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്. പുതിയ നിയമത്തിലെ ദൈവാനുരൂപം എന്ന് പറയുന്നത് പാപമില്ലാത്ത അവസ്ഥയല്ല, പാപമില്ലായ്മയല്ല, മറിച്ച് പാപം മോചിക്കപ്പെടുന്നതിലൂടെ തുടർന്നുള്ള പാപരഹിതമായ, പാപത്തെ ജയിച്ചു മുന്നേറുന്ന ആ വിശേഷതയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവാനുരൂപം, ആ മഹത്വം. ഞാനതിനെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറയുന്നു. മഹത്വത്തിന്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അവിടെ ഈ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തനാകണം. സ്വതന്ത്രം എന്താണ്? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിക്കണം. ദൈവത്തിൽ മഹത്വം എന്ന വാക്ക് പാപമില്ലായ്മയാണ്. ആ പാപമില്ലായ്മ ആ മഹത്വത്തിന്റെ ധനത്തിന് യോജിക്കത്തക്കവണ്ണം ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്ന് പറയുമ്പോൾ ആ മഹത്വത്തിന്റെ പങ്കിലേക്കാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത്. സ്വതന്ത്രം അകത്തെ മനുഷ്യന്റെ ശാക്തീകരണം തികവുള്ള ആൾ രൂപമാണ്. അത് പാപത്തെ ജയിക്കുന്ന നടപടികളിലൂടെ, പാപത്തിന് വശംവദനാകാത്ത മനോഭാവങ്ങളിലൂടെ, ആ ക്രിസ്തുവിന്റെ, നമ്മളെ ആമേൻ 2 പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ദിവ്യ സ്വഭാവത്തിന്
കൂട്ടാളികളാകണമെന്ന് പറയുന്നുള്ളൂ. ദിവ്യ സ്വഭാവത്തിന്. സ്വതന്ത്രം. നമ്മൾക്ക് എന്താ പറ്റുന്നറിയോ? നമ്മള് രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ വകയായി മാറി, നമ്മൾ വിശ്വാസികളായി മാറി. രക്ഷിക്കപ്പെട്ടതോടുകൂടെ നമ്മളെല്ലാവരും ഒരു സേഫ് സോണിലായി എന്നൊരു ധാരണയുണ്ട്. സ്വതന്ത്രം. നമുക്കിപ്പോ ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒന്ന് കരഞ്ഞാൽ മതി. വിടുതൽ നടക്കണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടാലും മതി. മുമ്പുള്ള കാലങ്ങളിലെ പോലെ റിസ്ക് ഉള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ കരഞ്ഞില്ലെങ്കിലും കരയുന്ന ഒരാളെ നാട്ടിൽ നിന്ന് ഇറക്കി പുള്ളിക്ക് നല്ലൊരു കനത്തിന് പൈസ കൊടുത്താൽ പുള്ളി കരഞ്ഞോളും, പുള്ളി ദൂത് പറഞ്ഞോളും. അപ്പൊ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും നമുക്കതിന് വലിയ വിഷമമൊന്നുമില്ല. ഹലോ, നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും നമുക്കതിന് വലിയ വിഷമമൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ജഡപ്രകാരമുള്ള ജീവിതത്തിന്റെ കാര്യങ്ങളെ അനായാസം നടത്താൻ ആത്മീയതയെ നമ്മൾ ഒരു വശമാക്കിക്കൊണ്ട് നടക്കുമ്പോൾ ദൈവമക്കളോട് ഇന്ന് രാത്രി അധികാരത്തോടെ പറയാം, അമ്മേ, നിങ്ങൾ ഈ ശരീരത്തെ അതിന്റെ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ തത്രപ്പാടുപെടാതെ ഈ ജഡത്തെ, ഈ ശരീരത്തെ അതിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് കീഴടക്കാനുള്ള ആത്മവളർച്ചയിലേക്ക് നമ്മൾ വരണം. ഇതിന്റെ ഇഷ്ടങ്ങൾ, ഇതിന്റെ കഷ്ടങ്ങളിൽ നിന്ന്, ഇതിന്റെ അവസ്ഥകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കിടന്നത്രപ്പാടുപെടാതെ സ്തോത്രത്തോടെ ദൈവകരത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഞാൻ വീണ്ടും പറയാം, വിടുതലുകളൊന്നും ഇല്ലെന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. കൃപ തോന്നി തരുന്നതിനെല്ലാം ആമേൻ, ദയ തോന്നി നൽകുന്നതിനെല്ലാം ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ആത്യന്തികമായ വിഷയം നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആ ബലമാണ്. നിങ്ങൾ നോക്കണം, ഏദനിലെ പൈശാചിക, ഏദനിലെ ആ ദൈവാനുരൂപം നമ്മൾ പറഞ്ഞു. ഇനി ഏദനിലെ പൈശാചിക തന്ത്രം, ഏദനിലെ പൈശാചിക ദൈവാനുരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ആമേൻ പിശാച് വന്ന് സംസാരിക്കുക അല്ലെ? പിശാച് വന്ന് ഹൗവയോട് സംസാരിച്ചു തുടങ്ങി. വാസ്തവത്തിൽ ആമേൻ ദൈവം പറഞ്ഞ വാക്കുകളെ തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് പാപത്തിലേക്ക് വശംവദരാക്കുകയാണ്. ശരീരത്തെയും അതിനുള്ള ആ ശരീരത്തിന്റെ അവസ്ഥകളെയും വലുതാക്കി കാണിച്ചുകൊണ്ട്, ആര് പറഞ്ഞു ഇത് മരിക്കുമെന്ന്? നിങ്ങൾ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. മറ്റൊരു ധ്വനി കൊടുത്ത് ആമേൻ ദൈവത്തിന്റെ വിലക്കുകളെ മറികടക്കാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. വാസ്തവത്തിൽ അതിന്റെ മറ്റൊരു രീതി തന്നെയാണ് ഈ തലമുറയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. എന്താണെന്നറിയാമോ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാക്യത്തിൽ നമ്മൾ ചർച്ചിൽ വായിച്ചിരുന്നല്ലോ. റോമാലേഖനം 7-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആര്? കഷ്ടതയും പട്ടിണിയും സങ്കടവും നഗ്നതയും ഉപദ്രവവും ആപത്തും വാളുമെല്ലാം പരിചയപ്പെടുത്തിയിട്ട് പൗലോസ് പറയുന്നു, ഇതൊന്നും ക്രിസ്തുവിൽ ഞാൻ ആക്കപ്പെട്ട പദവിയിൽ നിന്ന് എന്നെ അട്ടിമറിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വളരെ ലളിതമായി പറയാം ദൈവമക്കളെ, ആമേൻ, നമ്മുടെ ഈ ശരീരത്തെയും ഇതിന്റെ അവസ്ഥകളെയും ഇത് കടന്നു പോകുന്ന വേദനകളെയും ഒക്കെ നമുക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ നശിപ്പിച്ചു കളയാൻ നോക്കുന്ന, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്ന പൈശാചിക തന്ത്രങ്ങളോട് പടപൊരുതാനുള്ള ഒരു ആത്മീയ വെളിപ്പാടാണ് ഈ അകത്തെ മനുഷ്യന്റെ ശാക്തീകരണം. ഇന്ന് രാത്രി അത് പ്രാപിക്കുന്നവർക്കായി, അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശരീരത്തിൽ നിന്ന് തുടങ്ങി ആത്മാവിൽ അവസാനിക്കുകയല്ല, ആത്മാവിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് അകത്തെ മനുഷ്യനെ അധികാരം കൊടുത്ത് പുറത്തെ മനുഷ്യന് അടിമത്വം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി സൃഷ്ടിച്ചവന്റെ പ്രതിമ, നമ്മളെ ഉരുവാക്കിയവന്റെ രൂപത്തിലേക്കാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ. ഞാൻ എപ്പോഴും
എവിടെയൊക്കെ എല്ലായിടത്തും പറഞ്ഞൊരു ഭാഗമുണ്ട്. ഞാൻ ഒരിക്കൽ എറണാകുളത്ത് ഒരു സഭയിൽ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, ശുശ്രൂഷ കഴിഞ്ഞ് ഇരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന ദൈവദാസൻ, ആ മീറ്റിംഗ് ലീഡ് ചെയ്ത ദൈവദാസൻ സൈഡിൽ ഇരിപ്പുണ്ട്. പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുത്തില്ല. അദ്ദേഹം എന്നെ ഇങ്ങനെ വിരളുകൊണ്ട് വിളിച്ചു. എറണാകുളത്തെ ഒരു വലിയ സഭയിൽ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഒരു മുതിർന്നൊരു പാസ്റ്ററാണ്, സീനിയറായ ഒരു ദൈവാസനാണ്. എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന് അടുത്തോട്ടിരുന്നു. അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത് വീട് എവിടെ? ഞാൻ പറഞ്ഞു പുനലൂരാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ജോസഫിന്റെ ആരാ? ഞാൻ പറഞ്ഞു മോനാണ്. അല്ല, നീ അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പം ജോസഫ് നിൽക്കുന്നത് പോലെ തന്നെ ആ മുഖഭാവം, സ്വതന്ത്രം, ഈ പറയുന്ന മുടിയില്ലായ്മ വലിയ പോരായ്മയൊന്നുമല്ല. സ്വതന്ത്രം, ഈ മുടിയില്ലായ്മ, ഈ കഷണ്ടിയും ആ ഷെയ്പ്പും. വേറൊരു പാസ്റ്റർ പറഞ്ഞു, 1987 ജോസഫ് പാസ്റ്റർ എങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നോ അതുപോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയെന്ന്. ജനിപ്പിച്ച ആ പിതാവിന്റെ രൂപമാണ് പലരും എന്നെ മനസ്സിലാക്കുന്നത്. ഇന്നാടെ മോനാണോ എന്ന്. അത് ഏത് പരിചയമില്ലാത്ത നാട്ടിൽ ചെല്ലുമ്പോഴും അപ്പനെ ബന്ധമുള്ള ഒരാൾ വരുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ജോസഫിന്റെ ആരെങ്കിലും ആണോ? സോദരം, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ദൈവമക്കളാണെന്ന് പറയുകയും നമ്മൾ പറയാതെ പാടാതെ നമ്മൾ ബഹളം വയ്ക്കാതെ ഇന്നാള് ദൈവപൈതലാണെന്ന് വെളിപ്പെടുത്തുന്ന എന്ത് രൂപവിശേഷങ്ങൾ നമുക്കുണ്ട്. സ്തോത്രം. നമ്മുടെ ചലനങ്ങൾ കാണും. അതിലേക്കാണ് നമ്മൾ ആത്മനിറവെന്ന വിഷയത്തിൽ ഒന്ന് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ചലനങ്ങൾ കാണുമ്പോഴറിയണം സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം. ഞാൻ പറയുന്നത് ജഡത്തിലെ ഷെയ്പ്പല്ല, നമ്മുടെ രൂപാന്തരം, നമ്മുടെ സമീപനം, നമ്മുടെ ഇടപാടുകളിലെ മാറ്റം, നമ്മുടെ തീരുമാനങ്ങളിലെ കരുത്ത്, അത് വെളിവാകണം. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ, ചിലർക്ക് പോരാട്ടത്തിന്റെ ഷെയ്പ്പാണ്, ചിലർക്ക് ബന്ധനത്തിന്റെ ഷെയ്പ്പാണ്, ചിലർക്ക് പിശാചും അതിന്റെ കാര്യാദികളുമായിട്ടുള്ള ഷെയ്പ്പാണ്. ദൈവമക്കളെ, നമ്മളെ ഉരുവാക്കിയവന്റെ ആ മഹിമപ്രകാരം നമ്മളതിനെ പ്രകടമാക്കണം. എന്തിനാണ്? ആത്മീയ ശാക്തീകരണം. ഞാനൊരു 3 കാര്യം പറഞ്ഞ് അമ്മേൻ ദീർഘമാക്കാതെ ഇവിടെ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അമ്മേൻ. 1, എന്തിനാണ് ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടേണ്ടുന്നത്? അമ്മേൻ. പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും നേരിടാൻ ആത്മകരുത്തു കൂടിയേ മതിയാകൂ. നമ്മൾ പ്രാപിച്ച അനുഗ്രഹങ്ങളുടെ വലിപ്പം പറഞ്ഞാൽ പാപം നമ്മളെ വിട്ടു പോവില്ല കേട്ടോ. പ്രലോഭനങ്ങളെയും പാപത്തെയും പാപത്തിന്റെ പരീക്ഷകളെയും നേരിടാൻ ഈ ആത്മാവിലുള്ള കരുത്ത് കൂടിയേ മതിയാകുള്ളൂ. പെന്തക്കോസിലെ പാരമ്പര്യം പറഞ്ഞാലോ പഴക്കം പറഞ്ഞാലോ അല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, അതാത് കാലങ്ങളിൽ നമുക്ക് മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആമേൻ ആത്മനിറവെന്ന അനുഭവത്തിൽ നമ്മളെ പാകപ്പെടുത്തുമ്പോൾ അത് ജഡത്തിലല്ല ആത്മശക്തിയിലേക്ക് വെളിപ്പെടുമ്പോൾ, ഈ ശരീരത്തെ ഞാൻ വെറും നിസ്സാരമായിട്ട് ഇതിനെ മാറ്റുകയല്ല കേട്ടോ. നിങ്ങൾ ഈ ശരീരത്തെ മൈൻഡ് ചെയ്യണ്ടെന്നോ ഇതിനെ അതിന്റെ ബോധിച്ച വഴിക്ക് വിടണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതിനോടൊറ്റ കടമയെ നമുക്കുണ്ടാകാവുള്ളൂ, ഇതിനെ പാപത്തിന് വിട്ടുകൊടുക്കാതെ, പാപത്തിന് മാധ്യമമാക്കാതെ, പാപം കാരണം ഈ ബോഡി ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഈ ശരീരം ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ആമേൻ നമ്മുടെ അകത്തെ മനുഷ്യന്റെ പ്രാഗൽഭ്യം, ആ ദൈവാനുരൂപത്തിലേക്ക് എത്തപ്പെട്ട ദൈവാനുരൂപമായിരിക്കേണ്ടുന്ന അകത്തെ മനുഷ്യന്റെ രൂപത്തെ നഷ്ടപ്പെടുത്തി, ബലം നഷ്ടപ്പെടുത്തി, ശക്തി നഷ്ടപ്പെടുത്തി, കാഴ്ചപ്പാട് മാറ്റി വൈകൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ആമേൻ പാപത്തിന്റെ ആയുധമായി വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കാൻ, ഇതിലെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കാതെ, ഈ ജഡത്തെ അതിലെ ഇഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിച്ച്, ഇതിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് സൂക്ഷിച്ച്, ഇതിന്റെ രാഗമോഹങ്ങളോടുകൂടെയുള്ള ഇതിന്റെ ഈ ശരീരത്തിന്റെ പ്രവർത്തന രീതികളെ അതിനെ പിടിച്ചടക്കി ആത്മാൽ നിറവിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ശാക്തീകരണം നമുക്ക് അനിവാര്യമാണ്. രണ്ടാമത്തത്, പാപത്തിനെതിരായ നിരന്തര യുദ്ധത്തിന് ഈ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചേ മതിയാകുകയുള്ളൂ.
അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചേ മതിയാകും. 12 എബ്രായ ലേഖനം 12:11 12:13 നമ്മൾ കണ്ടതുപോലെ കുഴഞ്ഞ കൈയും തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും കൊണ്ടൊന്നും നിൽക്കുന്നവർക്ക് യുദ്ധക്കളത്തിൽ പടപൊരുതാൻ പറ്റില്ല. പുറമേ കൊഴുത്തും പുറമേ വെട്ടിപ്പിടിച്ചും പുറം മോടിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് അകമേ മാറ്റങ്ങളില്ലാതെ അകമേ ക്ഷീണിച്ച് വൈകൃതം വ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ ആമേൻ നമുക്ക് ആ പോരാട്ടത്തിൽ പരാജയം സംഭവിക്കും. അകത്തെ മനുഷ്യന്റെ കരുത്ത് നമ്മൾ പാടാറുണ്ടല്ലോ, കാഹളം കാതുകളിൽ കേട്ടിടാറായി. ഏത് കാതാണ് അത്? ഈ ഭാവനയാണ്, ഭാവനാത്മകമായ വർണ്ണനയാണ്. കാഹളം കാതുകളിൽ കേട്ടിടാറായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ ജഡപ്രകാരമുള്ള കാതല്ല, ആത്മാവിലുള്ള ഒരു കേൾവിയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം മുഴുവൻ പറഞ്ഞു വെക്കുന്ന വാചകത്തിൽ ജഡപ്രകാരം ചെവി എന്നതിനെ കുറിച്ചല്ല, ദൈവശബ്ദങ്ങളെ കേട്ട് ഗ്രഹിക്കത്തക്കവണ്ണമുള്ള ആത്മീയ കാതുകൾക്ക് കരുത്തുണ്ടാകണം. കാര്യം തീർക്കുന്ന നാളിൽ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്ന് പറയുന്നത് ഈ ജഡപ്രകാരമുള്ള കരമല്ല, ആത്മാവിലുള്ള പ്രാഗൽഭ്യമാണ്. ആമേൻ. അത് പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? ചേർന്നൊരു സ്തോത്രം പറയണം. പാപത്തിനെതിരായ നിരന്തര യുദ്ധം എവിടെയാണ് നമ്മൾ കണ്ടത്? പാപത്തിനെതിരായ നിരന്തര യുദ്ധം നമ്മൾ കണ്ടത് എബ്രായ ലേഖനം തന്നെ 12-ാം അധ്യായം 4-5 വാക്യങ്ങളിലാണ്. 4-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗം ചെയ്യണം. പാപത്തോട് പോരാടണം. പാപത്തെ കീഴ്പ്പെടുത്തുന്നതിൽ നമ്മൾ റിസ്ക് എടുക്കണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല. പോരാട്ടം നടത്തണമെങ്കിൽ ആ കരുത്താവശ്യമാണ്. അകത്തെ മനുഷ്യന്റെ ബലം അനിവാര്യമാണ്. നമുക്കിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ വലിയ ആയുധങ്ങൾ കൊടുക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറിക്കത്തിയോ മറ്റു ഉപകരണങ്ങളോ അവരുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കില്ല. കാരണം അത് പ്രാപിക്കാനുള്ള കരുത്ത് അവർക്കായിട്ടില്ല. സ്വതന്ത്രം. ചിലത് കാണുമ്പോൾ തോന്നാറുണ്ട്, ഒരു ആത്മീയ യുദ്ധത്തിലേക്ക് പലതും എത്തിപ്പെടുന്നില്ല. ആത്മ പോരാട്ടത്തിന് നിങ്ങൾ കരുത്തുള്ളവരായി മാറണം. നിരന്തരം നമ്മളെ ആ ദൈവാനുരൂപത്തിലെ ആ മഹത്വത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാൻ, കാഹളനാദം കേൾക്കാതിരിക്കാൻ, ലോകത്തോട് ഇടപഴകുന്നവരാക്കി നമ്മളെ തീർത്ത് കളയാൻ പിശാചുരുക്കുമ്പോൾ അതിന്റെ നടുവിൽ നമുക്കൊന്ന് പുറത്തു വരണം. 1, പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും നേരിടാൻ. 2, പാപത്തിനെതിരായ നിരന്തര യുദ്ധത്തിന്. 3, സ്ഥിരതയുള്ള ആത്മീയ ജീവിതത്തിന്. ഈ ആത്മകരുത്ത്, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. സ്തോത്രം. അകത്തെ മനുഷ്യൻ നമ്മുടെ ഈ ശരീരത്തിൽ എത്രത്തോളം വാല്യൂ കൊടുക്കും? ദൈവങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. ഇപ്പൊ ഒരു ഫോട്ടോ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയമായപ്പോ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞൊരു ഫോട്ടോ അയച്ചു തരണം. ഞാൻ സാധാരണ ഈ മീറ്റിങ്ങിനൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ എടുത്ത്, അത് ഫോട്ടോ അല്ല, വാസ്തവത്തിൽ അത് ഫോട്ടോഷോപ്പാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കളറൊന്നും അല്ല, അത് ഇച്ചിരൂടൊക്കെ കളറൊക്കെ കൂട്ടി 4 സൈഡിലില്ല. ഞാൻ സത്യം പറഞ്ഞ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ചുറ്റിൻ ലൈറ്റൊക്കെ വെച്ച് ഭയങ്കര സംവിധാനങ്ങളോടുകൂടെ കയറത്തുള്ളൂ. കാരണം എല്ലാവരും കുറച്ചു നേരമെങ്കിലും നോക്കിയിരിക്കണമല്ലോ. ഇവിടെ മോളിൽ കൂടെ മിസൈൽ പോകുമ്പോ എന്തോ ലൈറ്റ്, അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമല്ലാതെ മാറിയിരിക്കും. എങ്കിലും ഞാൻ പറയാം. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ തരണം. ഞാനാണെങ്കിൽ അത്യാവശ്യം കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സൈഡ് വാക്കിനൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്. കുറച്ചു നേരം കഴിഞ്ഞ് അടുത്ത വോയിസ് ക്ലിപ്പ് പറഞ്ഞു, ഇതല്ല, നേരെ ഇരിക്കുന്ന ഒരെണ്ണം വേണം. നേരെ ഇരിക്കുന്ന ഒരെണ്ണം അയച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ അത് വെളിയിൽ കാണിക്കാൻ കൊള്ളില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഒഡീഷയിലുള്ളവർക്ക് നല്ല ഫോട്ടോ ഒന്നും എടുക്കാനുള്ള, ഞാൻ ആ ആദ്യത്തെ ഒരു സ്റ്റുഡിയോയിൽ ഒത്തില്ല, 2ാമത്തെ സ്റ്റുഡിയോയിൽ ഒത്തു. നിങ്ങളാരും ചോദിച്ചാനുള്ളതൊന്നും ചോദിച്ചു പോകരുത്. സ്വതന്ത്രം. ഞാൻ നിങ്ങളെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ പോവാം. അപ്പൊ നമ്മളെല്ലാവരും ഈ ഫോട്ടോ എന്റെ ഫോട്ടോ എന്ന് നമ്മൾ പറയുന്ന ഏതാണെന്നറിയാമോ? നമ്മൾ ആ ഫിൽട്ടറൊക്കെ ഇട്ട് അത്യാവശ്യം 10 എണ്ണം എടുക്കുന്നതിൽ ഒന്നാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുന്നത്, അല്ലേ? ആ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം. വാസ്തവത്തിൽ നമ്മൾ അംഗീകരിച്ച ഞാൻ അതാണ്. കാരണം
അവളൊക്കെ ചാടി മുഖമൊക്കെ തുടുത്ത്. ഗവൺമെന്റ് അംഗീകരിച്ച നമ്മൾ അതല്ല. ഗവൺമെന്റ് പറയും ഒരു ഫോട്ടോ സമർപ്പിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉള്ള ഒരു ID തരാൻ പറയുമ്പോൾ ആധാർ കാർഡ് അവർ ചോദിക്കുന്നത്. നാട്ടിലാണ് ആധാർ കാർഡ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ കാണാൻ വളരെ മനോഹരമാണെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങൾ ആരും ആധാർ കാർഡ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം മേടിച്ചതിന്റെ അന്നൊന്ന് കണ്ടതാ അല്ലേ? എടുത്തതിന്റെ അന്നൊന്ന് കണ്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ഞാനല്ലെന്നാ പറഞ്ഞേ. ഇത് ഞാനല്ല. ഞാന് ഈ വോട്ടർ ID കാർഡ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ടിരാൻ പറഞ്ഞു. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടു കൊടുത്തപ്പോ അവര് പറഞ്ഞു ഇച്ചിരൂടെ തെളിവാക്കി ഒറിജിനൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഒറിജിനൽ കാണിച്ച പറയും ഒറിജിനൽ അല്ല ഒറിജിനൽ കാണിച്ച പോലെ താങ്കളോടല്ലേ പറഞ്ഞേ ഒറിജിനൽ കാണിക്കാൻ. ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റിനേക്കാൾ കഷ്ടമാണ്. ഗവൺമെന്റ് അംഗീകരിച്ച നമ്മൾ അതാണ്. ഗവൺമെന്റ് അംഗീകരിച്ച നമ്മൾ അതാണ്. പക്ഷെ അത് കവളി ചാടിയിട്ട് അത് കവളി ചാടിയിട്ടില്ല, രൂപമില്ല, ഭംഗിയില്ല. നമ്മളത് എടുത്തതിന്റെ അന്ന് നോക്കി കണ്ടു, പിന്നെ അടുത്ത നേരെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, ജെറോക്സ് എടുക്കുന്നു, ഓഫീസിൽ കൊടുക്കുന്നു, അവിടെ നിന്ന് എടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. അല്ലാതെ നമ്മൾ 2 മിനിറ്റിൽ കൂടുതലൊന്നും അതിൽ നോക്കിയിരുന്ന് സന്തോഷിക്കത്തില്ല. കാരണം അതിന് സൗന്ദര്യമില്ല, അത് കൊള്ളില്ല, അതിന് ഫിൽട്ടർ ഇല്ല, അത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം അതിന് രൂപമില്ല, സൗന്ദര്യമില്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള മൊബൈലുകൾ വളരെ, ഞാനാണെങ്കിൽ ഈ IMOയിൽ നാട്ടിൽ വിളിക്കുമ്പോൾ ആളുകൾ പറയാം പോയപ്പോ നന്നായല്ലോ. സ്തോത്രം. അവർക്കറിയത്തില്ല IMO അപ്ഡേറ്റഡ് ആയതിന്റെ കാര്യം, അല്ലെങ്കിൽ അതിന്റെ ക്യാമറയുടെ പവർ വേറെയാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. സ്തോത്രം. ഞാൻ രസകരമായി പറഞ്ഞെങ്കിലും നിങ്ങൾ അതിനെ വകവയ്ക്കാതെ വിടരുത്. പുറമേയുള്ള മനുഷ്യൻ, ഒരു ഫോട്ടോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇതാണെങ്കിൽ നിങ്ങൾ ആ വചനമാകുന്ന കണ്ണാടിയിലൂടെ അകത്തെ മനുഷ്യനെ ഒന്ന് നോക്കിക്കേ. ഈ പുറം മനുഷ്യന്റെ സൗന്ദര്യത്തിനും പുറം മനുഷ്യന്റെ ആരോഗ്യത്തിനും പുറമേയുള്ളതിന്റെ കാര്യാദികൾക്കും അധികം ശ്രദ്ധിക്കുകയും അധികം വില കൊടുക്കുകയും അധികം അതിനെ പോഷിപ്പിക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിനെ സന്തോഷിപ്പിച്ചും ഇതിനെ പോഷിപ്പിച്ചും ഇതിനെ നിലനിർത്തിയൊക്കെ വരുമ്പോൾ അകത്തെ മനുഷ്യൻ വിരൂപിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുറമേയുള്ള മനുഷ്യന്റെ നിയമവും അകമയുള്ള മനുഷ്യന്റെ നിയമവും രണ്ടാണ്. ഇത് രണ്ടും ഒരേ തട്ടിൽ പോകില്ല. സ്തോത്രം. ഇതിന് അടിമത്വം കൊടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇതിനെ പിടിച്ചടക്കണം. ഇതിനെ പിടിച്ചടക്കിയിട്ട് അകത്തെ മനുഷ്യൻ, വചനമാകുന്ന കണ്ണാടിയിലൂടെ നിങ്ങളെ തന്നെ നോക്കിയിട്ട് ഞാൻ ആ ദൈവാനുരൂപത്തിലാണോ, ആമേൻ, അതോ അതിന് വൈകല്യങ്ങളുണ്ടോ, എൻ്റെ ആത്മീയ കാതുകൾക്ക് കരുത്തുണ്ടോ, എൻ്റെ ആത്മീയ കാലുകൾ ബലപ്പെട്ടതാണോ, ഒരു ആത്മീയ പോരാട്ടത്തിന് ആയുധം ഏറ്റെടുക്കാൻ സ്ഥിരമായി ഒന്ന് നിലനിൽക്കാൻ ഞാൻ ആരോഗ്യമുള്ളവനാണോ? സഹോദര, ആത്മീയത കൊണ്ട്, ആമേൻ, പ്രാർത്ഥനകൾ കൊണ്ട്, നന്മകൾ കൊണ്ട് നമുക്കെല്ലാം നേടിയിട്ട് അകത്തെ മനുഷ്യൻ വൈകല്യം ബാധിച്ച അവസ്ഥയിൽ പോകാതെ ഇന്ന് രാത്രി അത് കരുത്തു പ്രാപിക്കണം. ദൈവമക്കൾ ഒരു കാര്യം പറഞ്ഞു, സഭയുടെ ശക്തി ബാഹ്യഘടനയിലല്ല. സഭയുടെ ശക്തി ബാഹ്യഘടനയിലല്ല. നമ്മളെല്ലാവരും വന്നിറങ്ങുന്ന വലിയ കാറുകളുടെ വലിപ്പമോ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ കൂടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടിവരവുകളിൽ എത്തിപ്പെടുന്നവരുടെ സ്റ്റാറ്റസുകളിലോ, അവിടെ അഡ്വക്കേറ്റുമാരുണ്ട്, അവിടെ ആ മന്ത്രി ആ സഭയില, MLA ഈ സഭയില, അല്ലെങ്കിൽ ഈ നാട്ടിലെ IG ആ ചർച്ചില. ബാഹ്യഘടനയിലല്ല സഭയുടെ ശക്തി അളക്കുന്നത്. അകത്ത് വരുന്ന ഒരു വിശ്വാസിയുടെ ആത്മ മനുഷ്യന്റെ കരുത്തിലാണ് സഭയുടെ ശക്തി ഇരിക്കുന്നത്. സ്വതന്ത്രം. ഇൻസ്ട്രുമെന്റ്സ് ഒത്തിരി ഉണ്ട്, 6-7 കീബോർഡ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, സ്വന്തം ബിൽഡിംഗ് ഉണ്ട്. മെഗാ ചർച്ച് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ വലിപ്പത്തിലല്ല. ഒരുത്തനേ ഉള്ളൂ എങ്കിലും പാപത്തിന് വശംവദനാകാതെ നീതിയോടെ നിൽക്കുന്ന ആത്മകരുത്തുള്ള ഒരുവന്റെ അകത്തെ മനുഷ്യന്റെ ശക്തിയിലാണ് സഭയുടെ ശക്തി അളക്കുന്നത്. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ, ജഡീകന്മാരുടെ കൂടിവരവുകളായി മാറുകയല്ല വേണ്ടുന്നത്. അകത്തെ മനുഷ്യൻ കരുത്ത് പ്രാപിക്കണം. പുറമേയുള്ളവൻ ക്ഷയിച്ചാലും അകമയുള്ളവൻ നാൾക്കുനാൾ എന്ത് ചെയ്യണം? ബലം പ്രാപിക്കണം. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകാം. കാരണം ഇതിന്റെ മേലുള്ള നിയമം അതാണ്. ആ നിയമം വിസ്മരിച്ച്
ഇതിനെ പോഷിപ്പിക്കാനുള്ള അമിത ശ്രമങ്ങളൊന്നും വേണ്ട. നമ്മളൊക്കെ താമസിക്കുന്ന വീടുകൾ, അമ്മേൻ, താമസിക്കും കാലത്ത് അത് സൂക്ഷിക്കാനാണ് നമ്മുടെ കരാറുള്ളത്. അമ്മേ, ഹല്ലേലൂയ. പക്ഷെ ഒരു സത്യമുണ്ട്, ഒരു നിമിഷം നമ്മൾ ഇത് വിട്ടിറങ്ങും. നമുക്കൊരു നാടുണ്ട്, നമുക്കവിടേക്ക് പോകണം. കാഹളം കേൾക്കുമ്പോ പറന്നുയരുന്നത് ഈ ശരീരമല്ലല്ലോ പ്രിയരെ, അകത്തുള്ള നമ്മുടെ ആത്മമനുഷ്യനാണ്. അതിനായി സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആത്മീയ ശാക്തീകരണത്തില് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. തിരുവഴുത്തുകളെ നന്നായി ഭക്ഷിക്കണം. ദൈവവചനവുമായി അകമഴിഞ്ഞൊരു ബന്ധമുണ്ടാകണം. ഇതിനെ നന്നായി ആസ്വദിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോർഷനുകളുടെ വായനക്കാരാകരുത്. ഇഷ്ടമുള്ള വാക്യം വരെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കരുത്. ദൈവവചനം ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം, ചില പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം. പക്ഷെ അതിനെ അനുതാപത്തോടെ ഏറ്റെടുത്ത്, നമുക്കിഷ്ടമല്ല എങ്കിലും അതിനെ ഏറ്റെടുത്ത് സ്വീകരിച്ച്, ഈ നമ്മുടെ ഗുളിക, ചിലർക്ക് രോഗം മാറണം, ഇഞ്ചക്ഷൻ ഇഷ്ടമല്ലെന്ന്. രോഗം മാറണം, ഇഞ്ചക്ഷൻ ഇഷ്ടമല്ല, വേദനിക്കുന്നൊരു തോന്നൽ. ഗുളിക കഴിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്, അത് കയ്പാണ്. പക്ഷെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാതെ അതിന് വിധേയപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്നതുപോലെയാണ് നമ്മുടെ ഈ ജഡം, ഈ പറഞ്ഞ ദേഹിക്കും ദേഹത്തിനും ഇഷ്ടമാകുന്ന വിധത്തിലല്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്നേ. ദേഹിക്ക് ആനന്ദം തരുന്ന നിലയിലല്ല ഇതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിലെ പാഠങ്ങൾ, ഇതിലെ ഉപദേശങ്ങൾ, ഇതിലെ ആമേൻ ദൈവവചനത്തിന്റെ അധികാരം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നോക്കിക്കൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ തിരുവെഴുത്തുകളുടെ മുൻപിൽ ആമേൻ കരയണം. സ്വതന്ത്രം അതിനെ ഏറ്റെടുക്കണം. ഒന്നും മനസ്സിലാകുന്നില്ലയോ? സാരമില്ല, വായിക്കണം. പരിശുദ്ധാത്മാവ് ഹൃദയ കണ്ണുകളെ തുറക്കും. പരിശുദ്ധാത്മാവ് ആത്മകണ്ണുകളെ തുറക്കും. ആത്മജ്ഞാനം അവൻ നൽകിത്തരും. സ്വതന്ത്രം പ്രാർത്ഥനാ ജീവിതം നിരന്തരമായി പണിതെടുക്കണം. പ്രാർത്ഥന 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 എന്ന് പറയുന്ന ആവശ്യങ്ങൾ നിരത്തിയുള്ള വെറും ജൽപ്പനങ്ങളല്ല, അപ്പനോടുള്ള ആശയവിനിമയത്തിലേക്ക് വരണം, സ്നേഹ സംഭാഷണത്തിലേക്ക് വരണം. അങ്ങോട്ട് പറഞ്ഞവസാനിപ്പിക്കുക മാത്രമല്ല, കേൾക്കാൻ തയ്യാറാകണം. പ്രാർത്ഥനാ ശൈലികൾ മാറണം. ആമേൻ. വിശുദ്ധ ജീവിതത്തിലേക്ക് എത്തണം. അവിടെയാണ് അകത്തെ മനുഷ്യൻ കരുത്തു പ്രാപിച്ച ദൈവാനുരൂപം. അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒക്കണം. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലം ആത്മാവിൽ അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ചേരും വിധമാകണം. സമർപ്പിക്കാം. നമുക്ക് എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ വായുകളും തുറക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥി. ഈ രോഗം, ഈ ദേഹം മണ്ണിൽ ഉപേക്ഷിച്ചാലും, ആമേൻ, ഇതെല്ലാം കഴിഞ്ഞു പോയാലും, രോഗദുഃഖങ്ങൾ ഏറുമ്പോഴും മനപീഡകൾ ഏറുമ്പോഴും, ആമേൻ, നമുക്കൊരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ആ ദേഹത്തെ പ്രതി വേദനപ്പെടാതെ, ദേഹത്തെ പ്രതി തളർന്നു പോകാതെ, ഹല്ലേലൂയ, ഈ രാത്രിയിലും നമുക്കൊരു സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്. രോഗദുഃഖങ്ങളേറുമ്പോ, മനപീഡകളേറുമ്പോ, ക്രൂശി പങ്കപ്പാടേറ്റതാ യേശു മാത്രമെന്നഭയം, മാറിൽ ചേർത്തണച്ചിടും, ചേരിൽ നിന്നും ഉയർത്തിടും, കാതിൽ സാന്ത്വനമോദിടും, കാതിൽ സാന്ത്വനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ,
ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ വൻതീരകളേറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പാടകിൽ ഞാനേകനാ ആശയത്തെന്നു തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പാരിൽ പാർക്കുമൽ പായുസി ഭാരങ്ങളധികം വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. പ്രിയരെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ അടച്ചേ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കിയേ. ഹ്രസ്വമായ ജീവിതത്തിലെ രോഗങ്ങളും ദുഃഖങ്ങളുമൊക്കെ കഷ്ടങ്ങളും വേദനകളുമൊക്കെ ജനപ്രകാരമുള്ള ശോധനകളൊക്കെ നമ്മുടെ ആത്മമണ്ഡലത്തോടുള്ള പോരാട്ടത്തിന് ഉപയോഗിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നൊരു ഭാഗം ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിശാച് പോരാടുന്ന ശരീരത്തോടല്ല, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്നു. പിശാചിന്റെ നിരന്തര യുദ്ധം നിൽക്കുന്ന നിങ്ങളുടെ വസ്തുവിനോടല്ല, വീടിനോടല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളോടല്ല, നിങ്ങളുടെ ശരീരത്തോടല്ല, നിങ്ങളുടെ ആത്മാവിനെതിരെയുള്ള പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ ആത്മാവിനെതിരെയുള്ള യുദ്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മക്കരുത്തോടെ അതിനെ ചെറുക്കാനുള്ള ഒരു ബലം പ്രാപിക്ക്. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ വായുകളും തുറന്ന്, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് മുമ്പങ്ങോ ജീവിച്ചിരുന്ന ജാതീയ പശ്ചാത്തലത്തിന്റെ ഒരു തുടർച്ച എന്ന വണ്ണം അതിന്റെ പെന്തക്കോസ് വേഷം ജീവിക്കുകയല്ല, ശരിക്കും ഒരു യോദ്ധാവിന്റെ വേഷമായി തീർന്നുകൊണ്ട് ആത്മമണ്ഡലം കരുത്തു പ്രാപിച്ചുകൊണ്ട് നിരന്തരം പിശാച് കൊണ്ടുവരുന്ന ആത്മപോരാട്ടങ്ങളിൽ വശംവദരാകാതെ ആത്മബലത്തോടെ അതിനെ പോരാടി ജയിപ്പാൻ, ആ ദൈവാനുരൂപത്തിലേക്ക് വരാൻ, ആ വൈകൃതങ്ങൾ മാറി, ബലഹീനതകൾ മാറി, വൈകല്യങ്ങൾ മാറി ആത്മാവിന്റെ കരുത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. അവയെ ഞങ്ങൾ പുറമേ ഉള്ളതിനെ പ്രതി വേദനപ്പെടാനോ തളർന്നു പോകാനോ ഒന്നും ഇടവരുത്തരുത്. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കാൻ, നാൾക്ക് നാൾ കരുത്തു പ്രാപിക്കാൻ, ദിനം പ്രതി അത് വർദ്ധിച്ചു വരുവാൻ ഒരാത്മ പോരാട്ടത്തിൽ കരുത്തുള്ളവരായി നിൽപ്പ് ഞങ്ങളെല്ലാവരെയും ഒരുക്കണം. സഭയുടെ സൗന്ദര്യം, സഭയുടെ ശക്തി ബാഹ്യഘടനയിലല്ലല്ലോ, ഞങ്ങളിലെ ആത്മമനുഷ്യന്റെ കരുത്തിലാണല്ലോ. അത് തെളിവാക്കി ജീവിപ്പാൻ വാക്കിലും ഭാഷണത്തിലും ചലനങ്ങളിലും ഇടപാടുകളിലും പ്രവർത്തികളിലുമൊക്കെ അത് തെളിവാക്കി മുന്നേറുവാൻ ഞങ്ങളെ സമർപ്പിക്കും. വചനം കേട്ട് എല്ലാവരെയും ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ.